സാറാണ് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന ഒരു നിർബന്ധത്തോടുകൂടി എത്തിച്ചേർന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന പ്രിയപ്പെട്ട എന്നെ സ്ഥലങ്ങൾ പ്രിയപ്പെട്ട സിച്ച് പിന്നമ്പോകൾ കേരളത്തിൻ്റെ വിപ്ലവ കവി മുരുകൻ കാട്ടാക്കട നമ്മുടെ ഏവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായ പ്രിയപ്പെട്ട പറയുന്ന ശങ്കരാടി എന്ന ബഹുമുഖ പ്രതിഭയുടെ പൗത്രിയും അഭിനേത്രിയുമായ പാർവതി രാജൻ, കാസർഗോഡുകാരനായ നമ്മുടെ ഏവരുടെയും ഗവൺമെൻറ് കോളേജിൻ്റെ അഭിമാനം നമ്മുടെ ഈ ചടങ്ങിൽ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്ന പ്രിയപ്പെട്ട പ്രമോദ് രാമൻ, അദ്ദേഹം മാധ്യമരംഗത്ത് പ്രകൃതിയാണ്. അതുപോലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാരനുമായ പ്രിയപ്പെട്ട പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ മജീദ്, കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായി നടത്തിയിരുന്നു. നമ്മുടെ ഈ കോളേജിൽ മറ്റൊരു അഭിമാനം പോലീസ് സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച അശോക് സർ, അതേപോലെ പ്രിയപ്പെട്ട അല്ലാമ ഇക്ബാലിൻ്റെ ഒരു മനോഹരമായ കവിത कि शोहरत गिरे लो ये दौलत गिरे लो भले छीन लो मुझसे मेरी जवानी मगर मुझको लौटा दो बचपन के सावन वो कागज की कश्ती वो बारिश का पानी മനോഹരമായ കവിത നമ്മുടെ ബാല്യകാലങ്ങളുടെ സ്മരണകൾ വീണ്ടെടുക്കുവാൻ മനുഷ്യനെപ്പോഴും ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വിഷയം കൂടി. അതുപോലെ വിദ്യാലയം എന്നത് ഓരോ നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ്. കാസർഗോഡ് ജില്ലയിൽ വിദ്യാലയം അതിനുശേഷം ഉണ്ടായ പ്രവാസികൾ ഒരുപാട് കാസർഗോഡ് നഗരത്തിൽ കാസർഗോഡ് ജില്ലയുടെ ഭരണകേന്ദ്രത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഏറെക്കുറെ നമ്മുടെ ഓരോ ആവശ്യത്തിനും നമ്മൾ പോയപ്പോൾ പ്രതീക്ഷിക്കാത്ത പ്രതികരണങ്ങളുമായി എന്നെ വളരെയധികം അമ്പരിപ്പിച്ച നമ്മുടെ പ്രിയ കലക്ടർ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെ പെർമിഷൻ തൊട്ട് നമ്മൾ അദ്ദേഹത്തെ പിന്തുടരുകയാണ്. ഓരോ നിമിഷവും സാധാരണഗതിയിൽ ഒരു IAS ഓഫീസർ അവരുടെ സീറ്റിൽ ഇരുന്ന് നമ്മളെ സ്വീകരിക്കാൻ അവരുടെ ഒഫീഷ്യൽ പെർമിഷനോടുകൂടി പോകുന്ന വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ എൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് വഴിയിലേക്കും ഞങ്ങളോട് ഞങ്ങളുടെ കോളേജിന് വേണ്ടി എല്ലാം നൽകുമെന്ന് നമ്മളോട് സൂചിപ്പിച്ച നമ്മുടെ കാസർഗോഡ് കോളേജിന് ഒട്ടനവധി നേട്ടങ്ങളുണ്ടെങ്കിലും ഒരു വലിയ കവി എന്ന നിലയിൽ നിങ്ങളോട് വർത്തമാനം പറയണമെങ്കിൽ വർത്തമാനം പറയാം, കവിത ചെല്ലണമെങ്കിൽ കവിത എന്ന് പറഞ്ഞു ഞാൻ വാക്കിൽ തുടങ്ങാനായിട്ടിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതോ അതിലേക്കൂടെ യാത്ര ചെയ്യാമെന്ന് എനിക്ക് കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ മല്ലികാർജുന ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ആ കോടതി സമുച്ചയത്തിലാണ് താലൂക്ക് ഓഫീസ്. ഇപ്പോഴും അവിടെ തന്നെയാണ് അല്ലേ? അവിടെ 95 എൽഡിക്കാർക്കായിട്ട് വന്ന അനുഭവമാണ് എനിക്ക് കാസർഗോഡുമായിട്ടുള്ളത്. അത് ഞാൻ പറയുമ്പോൾ എനിക്ക് കിട്ടിയ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ ഈ കൺവേർഷനെ സംബന്ധിച്ചാണ്. എനിക്ക് കിട്ടിയ കേരളം എന്ന് പറയുന്നത് ഈ സ്ഥലം ഇങ്ങനെ തരം മാറുന്നത്, അതായത് അടയ്ക്ക കൃഷി നടക്കുന്ന കൃഷി പ്രദേശങ്ങളെ വെട്ടിയിട്ട് അവിടെ ബിൽഡിംഗ് വരുന്നത്, മറ്റ് കൃഷിയിലാക്കിയിട്ട് അടയ്ക്ക കൃഷിയിലേക്ക് മാറുന്നത്. അതൊക്കെ പോലെ നിറയെ വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ എടുത്തവരോളം കേൾക്കൊണ്ട് പിന്നെ ഹസീതടുത്ത് വളരെ ചിരിച്ചു, ഭയങ്കരമായി ചിരിച്ചു. എന്നിട്ട് ഇതെല്ലാം അതുപോലെ അവിടെ പക്ഷേ ഉണ്ടാകുന്ന ഇതാ മതിയെന്ന് പറഞ്ഞു. എനിക്കത് വലിയ സന്തോഷമായിരുന്നു. കാരണം എനിക്ക് സമയത്ത് നാട്ടിൽ പോകാനുള്ള അവസരം ഉണ്ടായതുകൊണ്ട് എനിക്ക് വല്ലപ്പോഴും ഒന്നാം മതി. കാരണം അത് തൊടാൻ കഴിയുന്ന ഒരു സാധനമല്ല. അത് അതുകൊണ്ടാണ് താല്പര്യമില്ലാത്ത ഒരാളെയും തീരെ പരിചയമില്ലാത്ത ആൾക്കാർ ഇട്ടുള്ളതായിരുന്നു. അതിലേക്ക് വലിയ മാറ്റം വന്നിട്ടെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. അങ്ങനെ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നാണ് ഞാനത് സർക്കാർ ജീവനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ മണ്ണുമായി അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നുകൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. VV സ്മാരകം ചെറുവത്തൂർ VV സ്മാരകത്തിൽ 18 കവികൾ എന്ന പേരിൽ ഒരു കവിസമ്മേളനം നടക്കുന്നു. അതിൽ അരക്കവിയായി പങ്കെടുക്കാൻ കഴിയുമോ എന്ന് എൻ്റെ ഓഫീസിൽ ഒരാൾ ചോദിക്കുന്നു. 18 കവികൾ പ്ലസ് അരക്കവി. അങ്ങനെ ഞാൻ ഈ കാസർഗോഡിന്റെ മണ്ണിൽ അരക്കവിയായി ആ VV സ്മാരകത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുപോലെ അങ്ങനെയെല്ലാം കാവ്യ അനുഭവത്തിലും ഒരു കയ്യൊപ്പ് ഈ നാടിനുണ്ട്.
തീർച്ചയായും എനിക്ക് വലിയ സന്തോഷം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കവിത ചൊല്ലി എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കാമെന്ന് വിചാരിക്കുന്നു. വർത്തമാനം ഒഴിവാക്കാം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്, അല്ലേ? തീർച്ചയായും. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ കവിത ചൊല്ലുന്നതിന് നമുക്ക് എല്ലാവർക്കും കൂടെ കവിത ചൊല്ലാം. അങ്ങനെ ചെയ്താൽ അതെൻ്റെ കവിത ഞാൻ പഴയ ഒരു കവിയുടെ നമുക്ക് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു കവിത ചൊല്ലാം. ചൊല്ലട്ടെ? നിങ്ങൾ അറിയാവുന്നവരെ കൂടെ ചൊല്ലണം. റെഡിയല്ലേ? അതിന് മുമ്പ് ഞാൻ മറന്നു പോകാതിരിക്കാൻ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1949 38ാമത്തെ വയസ്സിൽ അന്തരിച്ചു പോയ കവിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കവിത ചൊല്ലാം. നിങ്ങൾ കൂടെ ചൊല്ലുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടെ ചൊല്ലും. അറിയോ? ഞാനും വരട്ടെയും നിന്റെ കൂടെ. അറിയില്ല? വളരെ ആദരണീയനായ പ്രിൻസിപ്പളായിരുന്നു. നമ്മളെല്ലാം
standing in front of you. Thank you, Nasir, Remy, Kasim Guriani, for meeting me. I 85 discontinuing ബാക്കി പഠിച്ചത് മാംഗ്ലൂരാണ്. ഇതൊരു സന്ദർഭമുള്ള എന്തെങ്കിലും പിന്നെ ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ നസീർ മാംഗ്ലൂരിന് സെറ്റിലായി. ഞാനും അവിടെ സെറ്റിലായിരുന്നു. അടുത്തടുത്ത് കാണുന്നത് ഇന്ന് നസീർ പ്രസിഡന്റ് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ എപ്പോഴും മാംഗ്ലൂരിലും അത് കാണുന്നുണ്ട് കളർഫുൾ ഈ ഫംഗ്ഷൻ. പിന്നെ സംസാരിക്കുമ്പോൾ ഞാൻ നസീർ നല്ല ലിസണറായിട്ടുള്ളത് ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് പോകും. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് കാണും മാംഗ്ലൂർ. അപ്പോൾ അതിന് ഇന്നും കൂടുതൽ മുമ്പേ വന്ന് ഈ ഫംഗ്ഷന് നിൽക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ സാറിനെ കാണുന്നതിന് ഒരു സന്തോഷവും എല്ലാം മാഷന്മാരെ കാണുന്നത് ഇല്ല. LKG മുതൽ രീതിയിൽ പഠിച്ച കുട്ടികൾ തമ്മിൽ കൂടി അങ്ങനെ പോകേണ്ട യൂണിവേഴ്സിറ്റി കാണുന്നില്ല. ആടെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ പപ്പി വന്നു എല്ലാം ആ ഗ്രൂപ്പ് അടക്കം ഇന്നത്തെ പറഞ്ഞു ഈ ഒരു ഫംഗ്ഷനെ ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ അംഗത്തിലേക്കായിട്ട് മുമ്പിൽ തന്നെയുണ്ട്. താങ്ക് യു വെരി മച്ച്. എല്ലാ ആശംസകളും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. Of the dies and of the dies. The woods are lovely, deep and dark, and I have promises to keep before I sleep, and rights to go before I sleep. As well as I do have some rights to go even before sleeping during this great evening. We really had a lovely function in this great auditorium of our alumni. At the outset, let me thank our chief guest, Sri Murugan Karagala, who has inspired us with his lovely words and his poems. Thank you very much, Sri Murugan Karagala. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.